സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാദം കത്തിപ്പടരുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. വി ഡി സതീശൻ എവിടെ ചെന്ന് എന്ത് തൊട്ടാലും അത് വിവാദമാക്കി മാറ്റുവാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നു എന്ന് വേണം അടുത്ത കുറേ കാലങ്ങളായുള്ള കോൺഗ്രസിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വി എം സുധീരൻ എന്ന കോൺഗ്രസിൻ്റെ മുൻകാല നേതാവ് ആദർശധീരതയുടെ ഉടയാത്ത കതറിട്ടുകൊണ്ട് വി ഡി സതീശൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും വി ഡി സതീശനെ ഇടം വലം തിരിയാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ചില അഭിപ്രായഗതികളുമായി പരസ്യമായി തന്നെ മുന്നോട്ട് വരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ അലോഷി സേവ്യർ ചില വിവാദങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ഒരു ലിസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ പ്ലീഡറെ നിയമിച്ചിരിക്കുന്നത്. ജിയോണ ജെയിംസ് എന്ന് പറഞ്ഞ ആ അഭിഭാഷകനെ നിയമിച്ചിരിക്കുന്നത് വി ഡി സതീശൻ എൻ്റെ സർക്കാർ നിയമിച്ചിരിക്കുന്നത് ഇവർ കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ്സിൽ 2022 മുതൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു രേഖ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ അതിന് മറുപടി നൽകിയത്. ഇത് തന്നെയാണ് എം പി ആയ ഡീൻ കുര്യാക്കോസും പറഞ്ഞത്. ഇവരെ ഈ പ്ലീഡർ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ളൊരു ശുപാർശ താൻ നൽകിയിരുന്നതാണ്. എന്നാൽ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയനെതിരെ തിരിഞ്ഞ് നിന്ന് പ്രവർത്തിക്കുകയും ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമാകുകയും ചെയ്ത അവർ 2022 മുതൽ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അർഹതയുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ നിയമിക്കണം എന്ന് പറഞ്ഞത്. മാത്രമല്ല ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്തിരുന്ന ലിസ്റ്റിൽ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടായിരുന്നു എന്നുള്ളതും സതീശൻ എടുത്തു കാണിച്ചു. അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് പറയുന്നത് അവരുടെ പേര് അവസാനമാണ് എഴുതി ചേർത്തത്. സാർ, ഇതിലെ ഒരു വിരോധാഭാസം മനസ്സിലാവുന്നില്ല. കാരണം ഒരു ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുക്കാം എന്ന് വേണ്ടിയല്ലേ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെയെങ്കിൽ ലിസ്റ്റിൽ നിന്ന് ആദ്യ പേരുകാരനെയോ അവസാന പേരുകാരനെയോ തിരഞ്ഞെടുത്താൽ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ നിന്നല്ലേ ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം പിറകിലുള്ള കാര്യം വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്മതി തകർക്കുക, പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു, അദ്ദേഹം പാർട്ടിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളല്ല എന്നൊരു ചിത്രം ഉണ്ടാക്കി ഏത് വിധേനയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് സമ്മർദ്ദം മൂലം അടിച്ചിറക്കി പകരം ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ പ്രവൃത്തിയായിട്ട് മാത്രമാണ് ഇതിനെ ജനം നോക്കിക്കാണുന്നത്. അങ്ങനെ ജനം സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല. എങ്ങനെയാണ് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയക്കാരനെയും വി ഡി സതീശൻ എന്ന വ്യക്തിയെയും നല്ല രീതിയിൽ അറിയാവുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായ നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? എല്ലാ വഴികളും സ്വീകരിച്ച ശേഷം ഒരു വഴിയിലും വിജയിക്കുന്നില്ല. പിന്നെ കിട്ടുന്ന വഴിയിലൊക്കെ ആക്ഷേപമുണ്ടാക്കുക, വിവാദമുണ്ടാക്കുക, ചളിവാരി എറിയുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലായിടത്തോളം കെ സി വേണുഗോപാൽ തന്നെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് വി ഡി സതീശനെ വീഴ്ത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ അടവുകൾ പ്രയോഗിച്ചു തുടങ്ങുന്നത്. ഒരു വിലയും നിലയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുന്ന വിവാദം ആരാണോ ഉണ്ടാക്കുന്നത് അവർക്കെതിരെ തിരിയുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ നിയമസഭയിൽ കാണാറുണ്ടല്ലോ, പിണറായി വിജയൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ അതിൻ്റെ യഥാർത്ഥ രേഖ എടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി താങ്കളാണ്, താങ്കൾ ചെയ്ത തെറ്റായ നടപടികളാണ് എല്ലാ കാര്യങ്ങളും കാരണം എന്ന് പറഞ്ഞ് പി എം ശ്രീ പദ്ധതിൻ്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ കേരളയുടെ കാര്യത്തിലായാലും ശരി, അങ്ങനെ തുടങ്ങിയുള്ള നിരവധി കാര്യങ്ങളിൽ, അതേപോലെ നമ്മുടെ ആശാവർക്കന്മാരുടെ സമരത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഒക്കത്തിലും കൃത്യമായ നിലപാടോട് കൂടിയിട്ടാണ് രേഖകൾ സഹിതം അവിടെ വി ഡി സതീശൻ നേരിടാറുള്ളത്. ഇവിടെയും അങ്ങനെയാണ്. ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അവർ തന്നെ കൊടുത്ത ലിസ്റ്റിൽ ഒരു പേരാണ് ഇതിലുള്ളത്. അതാണ് വിവാദമായത്. എന്നാൽ ഡീൻ കുര്യാക്കോസ് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത പേര് റിക്കമെൻഡ് ചെയ്ത പേരുമാണ്. ഈ പറയുന്ന കാര്യത്തിൽ അത് കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്ത് കഴിഞ്ഞ 2022 മുതൽ ഫൈറ്റ് ചെയ്യുന്ന പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ആളെ നിയമിച്ചിട്ടുള്ളത്. എന്നാൽ കെ എസ് യുവിനെ കൊണ്ട് തുമ്പീനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ കെ സി വേണുഗോപാലും അവരുടെ സംഘവും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത വിവാദം അവസാനം അവർക്ക് നേരെ തന്നെ തിരിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. അതിന് അലോഷി സേവ്യറൊക്കെ പറയുന്ന കാര്യം അവരൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ജിയോണ ജെയിംസ് SFIയുടെ പ്രവർത്തകരായിരുന്നു അത്ര. അപ്പോൾ അങ്ങനെ SFIയുടെ പ്രവർത്തകരായിരുന്നവർക്ക് തീർച്ചയായിട്ടും പിന്നീട് കോൺഗ്രസിലേക്ക് വരാൻ പാടില്ലായില്ലയോ? അങ്ങനെയെങ്കിൽ തൃക്കരിപ്പൂർ ഇപ്രാവശ്യം മത്സരിച്ച് ജയിച്ച സന്ദീപ് വാര്യർ BJP നിന്നല്ലേ കോൺഗ്രസിലേക്ക് എത്തിയത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വരുന്ന ആളുകളെ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകളെ കോൺഗ്രസ് സ്വീകരിക്കുകയും അവർക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കുകയും അവർ വിജയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്ലീഡർ നിയമനത്തിൽ മാത്രം ഇത്രത്തോളം ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതായത് വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂർ MLA ആരായിരുന്നു? അയാൾ മുമ്പ് CPM ആയിരുന്നില്ലേ? അതെ. എന്തിന് TK ഗോവിന്ദൻ തളിപ്പറമ്പ് അവിടുത്തെ സംസ്ഥാന CPM സെക്രട്ടറിയുടെ ഭാര്യയെ നേരിട്ട ആളല്ലേ?
അത് ആരായിരുന്നു? CPM ആയിരുന്നില്ലേ? എന്തിനെ ജി സുധാകരൻ CPM ആയിരുന്നില്ലേ? എന്നിട്ട് എന്താണ്ടായേ? അവിടുന്ന് ലിജോൻ എന്നാ UDF പിന്തുണയോടുകൂടി തന്നെയാണ് അവരെല്ലാം മത്സരിച്ചത്. അതെ, അവിടുന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊക്കെ തന്ത്രങ്ങളാണ്. നമ്മളുടെ കൂടെ നിൽക്കുന്ന, കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന, പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യുന്ന, കൃത്യമായി നിലപാടും കഴിവുമുള്ള ആളുകളെയാണ് ഹൈക്കോടതിയിലേക്ക് അവർ ഗവൺമെൻറ് പ്രൊഡറമായിട്ട് നിയമിച്ചത്. നിയമപരമായിട്ട് അറിവുള്ള ഒരാളെ, നേരത്തെ ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ച ഒരാളെ ആക്ഷേപം ഉന്നയിക്കുന്നു കണ്ടു, ശേഷാദ്രിനാഥ്. അദ്ദേഹം പ്രമുഖനായ നല്ലൊരു ജഡ്ജായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു കേസിൽ അദ്ദേഹം നൽകിയ വിധി തന്നെ മതി എനിക്ക്. അദ്ദേഹം എടുത്ത നിലപാട്. അതേസമയത്ത് എനിക്ക് ഇതേ സമയത്ത് ജില്ലാ കോടതി ജഡ്ജായിരുന്ന ഹണിയം വർഗീസ് എന്തായിരുന്നു? അവർ പക്ഷപാതപരമായി എന്നോട് പെരുമാറി എന്നുള്ളത് എനിക്ക് നേരിട്ട് തെളിയിക്കാവുന്നൊരു കാര്യമാണ്. കോടതിയിൽ പലപ്പോഴും ആ പക്ഷപാതപരമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. കാരണം എൻ്റെ 2 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് അതിനകത്ത് ജാമ്യം കിട്ടേണ്ടതായിരുന്നു. ഒന്ന്, ഈ പറയുന്ന പെൺകുട്ടിയുടെ തന്നെ എനിക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ അഞ്ജു വിജയപ്രദീപും എൻ്റെ ഓഫീസിലുള്ള ഐശ്വര്യയും കൂടി സംസാരിക്കുന്ന റെക്കോർഡിൽ കൃത്യമായി പറയുന്നുണ്ട്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്, വർക്ക് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. വർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഓഫീസ് സിസ്റ്റം പാലിക്കാതെ പോയതാണ് എന്ന് അവർ വിധിയിൽ പറയുന്നുണ്ട്. എന്നിട്ടും എനിക്ക് ജാമ്യം നിഷേധിച്ചു. എന്തുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്? അതിന് യാതൊരു യുക്തിയില്ലാത്ത കാര്യം. പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ ആ കോടതിയിലേക്ക്, എൻ്റെ താഴെ കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, മുജീബ്. അദ്ദേഹം ഈ പറയുന്ന സെഷൻസ് കോടതിയിൽ പോയി എന്നിട്ട് അവിടെ കയറി ചെന്നപ്പോൾ നന്ദകുമാർ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് വെച്ച് അപഹസിക്കുന്ന ഒരു രംഗം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മുന്നിൽ വേണേ വന്ന് കേട്ടോളൂ എന്ന് പറയട്ടെ. അതെ, അവിടെ എൻ്റെ കേസായിരുന്നു, വാദം നടന്നിരുന്നു എന്ന് അറിയാതെയാണ് ഞാൻ ചെന്നത്. എന്നാൽ ഈ രൂപത്തിലുള്ള പെരുമാറ്റം ബഹുമാനപ്പെട്ട ജഡ്ജിമാർ നടത്താൻ പാടില്ല. കോടതിക്കുള്ളിൽ കയറാനും ഇറങ്ങാനുമുള്ള എല്ലാവർക്കും അവകാശമുണ്ട്. അതിൽ യാതൊരു കൈകടത്തലും ആർക്കും ഇല്ല എന്നുള്ള സത്യം. കോടതിയെ നിയന്ത്രിക്കുന്ന ജഡ്ജായിരിക്കാം, എന്നാൽ ജഡ്ജ് അന്ന് കാണിച്ചത് ഈ നീതിരഹിതമായ ഒരു നടപടിയായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോരും ചെയ്തു ആ കാര്യം കൊണ്ട്. അപ്പം അങ്ങനെയുള്ള ശേഷാദ്രിനാഥിനെ ആണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറായി വെച്ചത്. അതിനെതിരെ PM ന്യാസ് എന്തിനാണ് വന്നത്? ഒരു കാരണമുണ്ടാക്കുക വെറുതെ. മുമ്പ് RSSകാരനാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. RSSകാരനായാലും ആരായാലും നീതിമാനായ ഒരു ജഡ്ജിനെ തന്നെ, റിട്ടയർ ചെയ്ത ജഡ്ജിനെ തന്നെ കമ്മീഷണറായി വെക്കുന്നതുകൊണ്ട് ഗുണകരമാണ് എന്നുള്ളതാണ് സത്യം. ആരുടെ പക്ഷം പോവില്ല. ഇത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദം തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. ആ KSUക്കാരെ മുന്നിൽ നിർത്തി തുമ്പിയെ കയ്യിലെടുക്കും പോലെ കയ്യിലെടുത്ത് ഏറൊക്കെ അവർക്ക് കൊണ്ടോളും, ഇവർ തമ്മിലടിച്ചോളും. അങ്ങനെ VD സതീഷിനെ വിവാദത്തിലേക്ക് കൊണ്ടുപോവുകയും പാർട്ടിക്കെതിരെയാണ്, പാർട്ടിയെ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു VD സതീഷ് അംഗീകരിക്കുന്നില്ല വരുത്തിക്കുകയും പാർട്ടിക്കുള്ളിൽ നിന്ന് KSUവിനെ കൊണ്ട് അധിക്ഷേപം ഉണ്ടാക്കിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് VM സുധീരനായാലും അതേപോലെ KC വേണുഗോപാലായാലും പിന്നിൽ നിന്നുകൊണ്ട് ഈ പരിപാടി നടത്തുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ VD സതീഷിനെ ബാധിക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് മറുപടി പറഞ്ഞതോടെ ഇതുവരെ ഉണ്ടായിരുന്ന അവരുണ്ടാക്കി പറഞ്ഞ കഥകളെല്ലാം പൊട്ടി തകർന്നു എന്നുള്ളതാണ് സത്യം. അല്ല, ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്തൊരു ലിസ്റ്റിൽ നിന്ന് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നോ അല്ല അവരതിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. 2022 മുതൽ ജിയോണ ജെയിംസ് അതിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു ഈ ലോയേഴ്സ് കോൺഗ്രസ്സിൽ. അപ്പോൾ അവർ കൊടുത്തൊരു ലിസ്റ്റിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ലീഡർ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് തരത്തിലുള്ള പരാതിയാണ് അതിന് അടിസ്ഥാനം? അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ നന്ദകുമാർ സാർ പറഞ്ഞതുപോലെ VD സതീശൻ പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്നു, അദ്ദേഹം പാർട്ടിയെ അനുസരിക്കുന്നില്ല എന്നുള്ളൊരു പ്രതിച്ഛായ വളർത്തിയെടുത്ത് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങളുണ്ടാക്കി അദ്ദേഹത്തെ പുറത്ത് ചാടിക്കുക, പകരം ആ കസേരയിൽ കയറിയിരിക്കേണ്ട അവസരം സൃഷ്ടിക്കുക. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇവിടെ ചില മാധ്യമങ്ങളോട് ചില കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ പറയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ചില ആളുകളും UDFന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ താക്കോൽ സ്ഥാനത്തേക്ക് വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണോന്ന് അറിയില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പം അതിനർത്ഥം തന്നെ മുഖ്യമന്ത്രി കുപ്പായം അടിച്ചവർ വച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ മുഖ്യമന്ത്രി കുപ്പായം എടുത്ത് അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇസ്തിരി ചെയ്ത് മടക്കി വയ്ക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നെ ഇട്ടോളാം, ഇതിടാം എന്നുള്ളൊരു പ്രതിജ്ഞ അവരെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന വൃത്തികെട്ട നാടകങ്ങളാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ സുഗമമായി ഭരിക്കാൻ വേണ്ടി ഒരു 6 മാസ സമയമെങ്കിലും
അവസരമെങ്കിലും വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും ആ ഭരണസമിതിക്കും കൊടുക്കാതെ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരുപക്ഷെ പിണറായി വിജയൻ പോലും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പോലും ഉന്നയിക്കാത്ത ഇത്തരം പ്രശ്നങ്ങളുണ്ടാക്കി പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്താൻ വേണ്ടി ഇവർ നടക്കുമ്പോൾ മറ്റെന്താണ് ഇതിന് മനസ്സിലാക്കാൻ കഴിയുക? അല്ല, പിണറായി വിജയൻ പോലും ഒരു 6 മാസം വരട്ടെ എന്ന് പറയുന്ന ഒരു നിലപാടാണ്. CPM പോലും 6 മാസം ആവട്ടെ. എന്നാൽ കോൺഗ്രസിനുള്ളിൽ അങ്ങനെയല്ല, അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. മുകളിൽ KC വേണുഗോപാലിന് അത്രയും സമ്മർദ്ദമുണ്ട് പല MLA-മാർക്കും ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ആളുകൾക്കും. KC വേണുഗോപാലിൻ്റെ ആളായ അലോഷ്യസും KC വേണുഗോപാലിൻ്റെ ആളായ PM നാസും പരസ്യമായ രംഗത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് KC വേണുഗോപാൽ തന്നെയാണ് അതിന് കാരണക്കാരൻ. ഇവിടെ കലാപമുണ്ടാക്കി, പാർട്ടിക്കുള്ളിൽ കലാപം ഉണ്ടാക്കുക, ഭരണത്തിൽ കലാപം ഉണ്ടാക്കുക, എന്നിട്ട് ആ ഭരണം ഏറ്റെടുക്കുക, എങ്ങനെയെങ്കിലും KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയായി മാറണം. ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വളഞ്ഞ വഴി കൂടെ ഉണ്ടാക്കുന്ന ഈ ആരോപണങ്ങളെല്ലാം തിരിച്ച് ചെന്ന് പതിക്കുന്നത് KC വേണുഗോപാലിൻ്റെ മുഖത്ത് തന്നെയാണ്. അതിൻ്റെ നാറ്റം KC വേണുഗോപാലിനുണ്ടാകും. ഫസ്റ്റിൽ വളഞ്ഞ വഴി കൂടെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചിട്ട് ജനങ്ങളാണ് ഇവിടുന്ന് അടിച്ചോടിച്ചത് ആരെ? KC വേണുഗോപാലിനെ. അത്രയും അദ്ദേഹത്തിന് ചീത്തപ്പേരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഡൽഹിയിൽ ഇരുന്നാൽ പോരെ, അവിടെ ഉത്തർപ്രദേശോ ഇപ്പം നല്ല അനുകൂലമായ സാഹചര്യമാണ്. അയോധ്യയിൽ ഇങ്ങനെ വൻതോതിൽ ആ അമ്പലത്തിൽ അഴിമതി നടത്തിയ കഥകളും തട്ടിപ്പ് നടത്തിയകളും വന്നുകൊണ്ടിരിക്കുകയാണ്. രാമക്ഷേത്രത്തിന് അവിടെ പോയി ഇരുന്ന് രാമനാമം ജപിച്ച് തന്നെ ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യും. രാമൻ ഞങ്ങളെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തട്ടിപ്പ് നടത്തിയല്ല, രാവണനാണ് മോദി എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ ആൾക്കാരാണ് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം വിശ്വസിക്കാവുന്ന രൂപത്തിൽ ആണ് കാര്യങ്ങൾ. കൈവിട്ട് പോയിരിക്കുന്ന BJPൻ്റെ അടുത്തുനിന്ന് അയോധ്യ പ്രശ്നം. ആ സമയത്ത് അതിനൊന്നും പോവാതെ ഇവിടെ കുത്തിയിരുന്ന് ചൊറിഞ്ഞ് വി.ഡി. സതീശനെ അട്ടിമറിക്കാനുള്ള നിഗൂഢ നീക്കങ്ങളാണ്, ഗൂഢാലോചനകളാണ് KC വേണുഗോപാൽ നടത്തുന്നത് എന്നുള്ളത് സത്യം. അദ്ദേഹത്തിന് ഓരോ വാക്കുകളിലും അതുണ്ട്. അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? വി.ഡി. സതീശനെ ഭരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി വി.ഡി. സതീശനെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. പകരം ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കായിരുന്നു, എല്ലാവരെയും കേൾക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത്. ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നിങ്ങൾ യുദ്ധം ചെയ്തോ, VM സുധീരൻ പറയുന്നിട്ടില്ലേ, അലോഷ്യസിനോട് പറയുന്നിട്ടില്ലേ, നിങ്ങൾ ഫൈറ്റ് ചെയ്തോ, ഒരു മടിയും വേണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ ആർജവത്വമുള്ള, തൻ്റെ ഇടമുള്ള, ആരുടെ മുന്നിലും നട്ടൽ മടക്കാത്ത ആളുകളായിരിക്കണം KCക്കാർ എന്നാണ്. അതായത് കലാപം ഉണ്ടാക്കിക്കോ, ബാക്കി ഞങ്ങൾ ഏറ്റു എന്നാണ് പറഞ്ഞ അർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പറുകളുമായിട്ട് എങ്ങനെയും കഷ്ടപ്പെട്ട് 10 വർഷത്തെ ദുർഭരണം അവസാനിച്ച് ഒരു ജനാധിപത്യ ഭരണം വന്നിരിക്കുകയാണ്. ആ ജനാധിപത്യ ഭരണം വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് അത് എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് ആ അധികാര സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ വേണ്ടി ഒരു KC വേണുഗോപാൽ ശ്രമിക്കുന്നത്. അത് അവസാനം വലിയ തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.